ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇറങ്ങിയ വാക്കെന്താ? ഖുർആൻ ആദ്യം ഇറങ്ങിയ വാക്കെന്താ? എന്താണ്? ഞാൻ പറയും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കായിരിക്കുമല്ലോ, അല്ലാതെ ഞാൻ മാത്രം ഇവിടെ സംസാരിക്കുക എന്നുള്ളതല്ല. ഇവർക്ക് എന്ത് സീറ്റ് വേണം? സീറ്റ് കൊടുക്കും. ഖുർആൻ ആദ്യം പറയാള് തുറന്ന് പറയണേ. ഓക്കെ, ഖുർആൻ ആദ്യം ഇറങ്ങിയതെന്താ? ഇഖ്റ, റീഡ്, വായിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ, നിന്നെ സൃഷ്ടിച്ച ഹു ക്രിയേറ്റഡ് ദി മാൻ ഫ്രം ദി ക്ലോട്ട് ഓഫ് ബ്ലഡ്. നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ നീ വായിക്കുക. വായനക്ക് നമ്മുടെ ഇസ്ലാമിൽ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്, വലിയ വലിയ ആളുകളൊക്കെ, വേറെ കുറെ ആളുകളൊക്കെ, എഴുത്തുകാരൊക്കെ പറയുന്നത് ദ ഇഗ്നറൻസ് പെർഫെക്റ്റ് ഓഫ് അറേബ്യ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ദ ഇല്ലിറ്ററേറ്റ് പെർഫെക്റ്റ് ഓഫ് അറേബ്യ. അറേബ്യയിലെ അക്ഷരം പഠിക്കാത്ത പ്രവാചകൻ. ഈ അക്ഷരം പഠിക്കാത്ത പ്രവാചകനാണ് ലോകത്ത് അക്ഷര വിപ്ലവത്തിന്റെ നായകനായിട്ട് മാറിയത്. നമുക്ക് മാതൃകയില്ലേ? നമ്മളോട് എന്താ പറഞ്ഞത്? എന്ത് ചെയ്യണം? വായിക്കണം. ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഈ വായന എന്ന് പറയുന്ന കാര്യം. ഞാനൊക്കെ നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ 10-18 വർഷമായിട്ട് നിരവധി പുസ്തകങ്ങൾ വായിച്ചു. അതുപോലെ ഈ പുസ്തകങ്ങൾ വായിച്ചതനുസരിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ എക്സ്പീരിയൻസുകളിൽ നിന്ന് പഠിച്ചു. വായന നിങ്ങളെ വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. ആദ്യമേ എനിക്ക് പാരൻസിനോടും മക്കളോടും പറയാനുള്ളത്, ഒരു മാസത്തിൽ പാരൻസും, കുട്ടികൾ മാത്രമല്ല പാരൻസും, ഒരു മാസത്തിൽ ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കും. പക്ഷെ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് എന്നോടൊരു പണ്ഡിതൻ പറഞ്ഞതാണ്, വളരെ ബഹുമാന്യനായ ഒരു പണ്ഡിതൻ പറഞ്ഞതാണ്. ഞാനിങ്ങനെ ബുക്കൊക്കെ വായിക്കുന്നുണ്ട് പറഞ്ഞ സമയത്ത് ആ പണ്ഡിതൻ എന്നോട് പറഞ്ഞത്, മുജീബ, നീ ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് ഈ ബുക്ക് നിന്നെ എങ്ങോട്ടേക്ക് എത്തിക്കുമെന്നുള്ള ബോധ്യം നിന്റെ അടുത്ത് വേണം. കിട്ടുന്ന പുസ്തകങ്ങൾ മുഴുവൻ വാരി വിളിച്ച് വായിക്കുക എന്നുള്ളതല്ല. ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റുകളിൽ നടക്കുന്ന ലിബറൽ ചിന്താഗതിയൊക്കെ തരുന്ന ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതൊന്നുമല്ല നമ്മൾ വായിക്കണം. ഒന്ന് എക്കൊന്ന് കൊടുക്കണേ. നമ്മളെ മാറ്റാൻ പറ്റുന്ന, മാറ്റുക എന്നുള്ളതല്ല. എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല, ഈ തോന്നുന്നുണ്ട്. നമ്മളെ മാറ്റാൻ പറ്റുക എന്നുള്ളതാണ്. മാറ്റമാണോ പരിവർത്തനമാണോ നമുക്ക് വേണ്ടത്? ചേഞ്ച് ആണോ ട്രാൻസ്ഫോർമേഷൻ ആണോ നമുക്ക് വേണ്ടത്? പറഞ്ഞോളൂ, ഇത്രയും തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ചേഞ്ച് എന്ന അഭിപ്രായമുള്ളവരൊക്കെ കൈപ്പൊക്കിയ 1, 2, 3, 4. ഓക്കെ, കൈതാത്തിയ. ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് വേണ്ടത്, പരിവർത്തനമാണ് വേണ്ടത് എന്ന് അഭിപ്രായമുള്ളവർ കൈപ്പൊക്കിയ ആരുമില്ല. ചിലർക്കൊക്കെ ആൻസർ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പലരും കൈപ്പൊക്കി. ആദ്യം കൈപ്പൊക്കിയ ആളുകളൊക്കെ ചിലപ്പോൾ റിയലായിട്ടൊക്കെ, ബാക്കിയുള്ളവരൊക്കെ അവരൊക്കെ പൊക്കി. അതുകൊണ്ട് ഞാനും പൊക്കി ആയിരിക്കും. അത് നിങ്ങളിവിടെ പറയണ്ട. അത് നിങ്ങളെ കുറിച്ചാണ് തോന്നിയതെങ്കിൽ അത് നിങ്ങളെ കുറിച്ചാണ്. നമ്മൾക്ക് എപ്പോഴും നമുക്ക് മാറ്റമല്ല വേണ്ടത്. എന്താണ് മാറ്റവും പരിവർത്തനവും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കട്ടോ. ഞാൻ ക്ലാസ് എടുക്കില്ല എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ഇങ്ങോട്ട് എത്രത്തോളം എന്നോട് സംസാരിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് തരും. നിങ്ങളതേപോലെ 1 മണിക്കൂർ ക്ലാസ്സിന് പോയിട്ട് അത് ക്ലാസ് 4 മണിക്കൂറായിട്ട് നീണ്ടു. നിങ്ങൾ തരുന്ന സപ്പോർട്ട് അനുസരിച്ച് ഈ മാറ്റം വന്നാൽ ചേഞ്ച് ആയുള്ള പ്രശ്നം എന്താ അറിയോ? ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആയി
സംസാരിക്കുന്നുണ്ട് അവിടെ. ചേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോവിലിയാണ് സംസാരിച്ചു പോവുക. ഞാൻ തന്നെ ഭയങ്കര ശബ്ദം കുറച്ചാണ് സംസാരിക്കുക. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു സംസാരം വന്നാൽ പോലും എന്ത് ചെയ്യും, ഡിസ്റ്റർബ്ഡ് ആയി പോകും. പിന്നെ മറ്റൊന്ന് ഞാൻ പറയുന്നത്, ഞാനൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് ഇന്ന സാധനം ഇന്നത് പറയണം എന്ന് കരുതി വന്നതല്ല. അങ്ങനെ വന്നിട്ട് നിങ്ങൾക്കും കാര്യം ഉണ്ടാവില്ല, എൻ്റെ ഒരു മണിക്കൂറും പോകും. ഞാൻ ആദ്യത്തെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് തരണമെന്ന് ഞാൻ നിങ്ങളെടുത്തുനിന്ന് എടുക്കും. നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിന് എന്താണ് വേണ്ടത്, ഈ ഒരു ക്രൗഡിന് എന്താണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് സെഷൻ കൊണ്ടുപോകും. അപ്പോൾ പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നിട്ട് ഒരു പ്രസന്റേഷൻ വെച്ചിട്ട് അത് ഇന്നത് പറയാം ഞാൻ പറയാൻ വിചാരിച്ചത് പറഞ്ഞു പോകുക എന്നുള്ളതല്ല. ഈ മാറ്റവും ചേഞ്ചും ട്രാൻസ്ഫോർമേഷനും തമ്മിൽ ഡിഫറൻസ് എന്താണ്? ഫോൺ ഉണ്ടാവില്ലേ എല്ലാവരുടെ കയ്യിലും അല്ലേ? ഫോൺ ഉണ്ടെങ്കിൽ ഉള്ളവരൊക്കെ ഒന്ന് സൈലന്റ് ആക്കി, ഫോൺ ഒന്ന് സൈലന്റ് ആക്കിയ, ഫോൺ ബെല്ലടിക്കുന്നത്. ഒന്ന് എടുത്ത് നോക്കിക്കളിട്ട് സൈലന്റ് അല്ലേ എന്നുള്ളത്. ഒരു കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി വെടിയിരിക്കി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിരിക്കി, മക്കൾ നിങ്ങളുടെ പാരൻസിന് വേണ്ടി വെടിയിരിക്കി. നമ്മളൊരു പക്ഷേ ശാരീരികമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ മാനസികമായിട്ട് വേറെ എവിടേക്കോ ആയിരിക്കും മനസ്സും. നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഞാൻ പറയുന്നൊക്കെ അവനിലേക്കാണ് ചൂണ്ടേണ്ടത്, വേറെ ആരിലേക്കും ചൂണ്ടരുത്. മാറ്റം തുടങ്ങേണ്ടത്, അല്ലെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങേണ്ടത് എവിടുന്നാണ്? നമ്മളിൽ നിന്ന് തുടങ്ങണം. നമ്മൾ മാറാതെ നമുക്ക് മറ്റൊരാളെ മാറ്റാൻ പറ്റില്ല. നമ്മൾ മാറാതെ നമ്മൾ പോറ്റുന്ന ആളുകൾ, നമ്മൾ സംരക്ഷിക്കുന്ന ആളുകൾ നമ്മൾ പറയുന്നതല്ല ചെയ്യുക, നമ്മൾ ചെയ്യുന്നതേ ചെയ്യും. നമ്മൾ പറയുന്നതല്ല ചെയ്യുക, ചെയ്യുന്നതേ ചെയ്യും. അപ്പോൾ നിങ്ങൾ ശാരീരികമായിട്ട് ഇവിടെ ഇരിക്കുകയും മാനസികമായിട്ട് വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണോ അല്ലേ എന്നുള്ളത് ജസ്റ്റ് നിങ്ങളെക്കുറിച്ച് ഒന്ന് നിങ്ങൾ വിലയിരുത്തുക. പറയൊന്നും വേണ്ട, നിങ്ങൾ വിലയിരുത്തുക. ഞാൻ ശാരീരികമായിട്ട് ഇവിടെയാണ്, ഞാൻ മനസ്സൊക്കെ എൻ്റെ വേറെ എവിടേക്കോ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ശരീരവും മനസ്സും ഇങ്ങോട്ട് കൊണ്ടുവരും. ശരീരം മനസ്സും ഇവിടെ ആയിരിക്കും. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. പ്രശ്നങ്ങളുണ്ടാകും. എല്ലാ സമയവും പ്രശ്നങ്ങളിലായിരിക്കില്ല, എല്ലാ സമയവും സുഖത്തിലായിരിക്കില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് എളുപ്പമുണ്ടാകും, ഒരു എളുപ്പമുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണ് ലൈഫ് പോവുക. സൈക്കോളജി പറയുന്നതാണ് ലൈഫിനെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച് പറയുന്നത് കാർഡിയോഗ്രാം എന്ന. ലൈഫ് ലൈക്ക് എ കാർഡിയോഗ്രാം. കാർഡിയോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റും? കാർഡിയോഗ്രാം നിങ്ങൾ കണ്ട സാധനമാണ്, നിങ്ങൾ കാണുന്ന സാധനമാണ്. ECG ചെക്ക് ചെയ്യാറുണ്ടോ? അല്ല, ചെക്ക് ചെയ്ത് കാണാറുണ്ടോ? ആ മെഷീന്റെ പേരാണ് കാർഡിയോഗ്രാം. അതിലെങ്ങനെ കാണിക്കുക? ഇങ്ങനെ പോകും. ഇങ്ങനെ ആയാലോ മരിച്ചു, ഡെഡ് ബോഡി, മയ്യത്താണ്. ജീവിതം അങ്ങനെയാ. ജീവിതം ഇങ്ങനെ പോകത്തുള്ളൂ. ഒരേ ലെവലിലാണ് പോകുന്നെങ്കിൽ അതിന്റെ പേര് മയ്യത്ത് എന്ന്. അതാ ഖുർആൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുഖമുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എളുപ്പമുണ്ടാകും. അപ്പൊ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പൊ സമയം 10:24 ജൂലൈ 2025 ജൂലൈ 13 10:24. ഈ 10:24 വരെ നിങ്ങൾ എന്നാണോ ജനിച്ചത് അന്ന് മുതൽ ഈ 10:24 വരെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച
കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച അബദ്ധങ്ങളിൽ, വേദനകളിൽ, നമ്മളെ കുറ്റപ്പെടുത്തിയ പ്രശ്നങ്ങളിൽ, നമ്മളെ താരതമ്യം ചെയ്ത കാര്യങ്ങളിൽ, ഇതിലൊക്കെ ഇരുന്ന് നമ്മൾ വിഷമിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അല്ലാഹ് റഹ്മാനും റഹീമുമാണ്. നമ്മളെ ഉമ്മനെക്കാട്ടിലും 70 ഇരട്ടി കരുണയുള്ള ആളാണ്. നമ്മളെ ഉമ്മയെക്കാട്ടിലും 70 ഇരട്ടി കരുണയുള്ള ആളാണ് അല്ലാഹ്. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹിനോട് പറഞ്ഞ അള്ളാഹ് പുറത്തു തരും. അത് ആലോചിച്ചിരിഞ്ഞ് ദുഃഖിച്ചിരിക്കരുത് എന്നല്ല നമ്മോട് പറയുന്നത്. നിങ്ങൾ എന്നോടൊരു ചാണെടുത്താൽ എന്താ അള്ളാഹ് പറഞ്ഞത്? ഞാൻ നിങ്ങളോടൊരു മുഴമെടുക്കും. നിങ്ങളൊരു നന്മ ചെയ്താൽ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അള്ളാഹ് നിങ്ങളുടെ പേരിൽ 10 നന്മ എഴുതി വെക്കും. അള്ളാഹ് ഔദാര്യവാനാണ്. അള്ളാഹ് ഔദാര്യവാനാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നമ്മളെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിന്ന് വീട്ടിൽ പോയിട്ട് അള്ളാഹുവിനോട് പറഞ്ഞ് മാപ്പ് ചോദിക്കുക. അള്ളാഹ് മാപ്പ് തരും, ഒരു സംശയം വേണ്ട. ലോകത്തിലെ വേറെ ആര് നിങ്ങൾക്ക് മാപ്പ് തന്നില്ലെങ്കിലും അള്ളാഹ് മാപ്പ് തരും. ഈ അള്ളാഹിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മക്കളെ, രക്ഷിതാക്കളെ, നമ്മൾ സൃഷ്ടിച്ച അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 5 നേരത്തെ നിർബന്ധ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇതൊക്കെ പറയുന്നത് സൈക്കോളജിയിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് നമുക്കൊന്നുകൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ ആത്മീയ ഭാവത്തെ, നമ്മുടെ ആത്മീയതയെ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് അത് ടച്ച് ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. 5 നേര നമസ്കാരത്തിന് ശേഷം നമ്മളോട് അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യാൻ പറഞ്ഞതെന്താ? എന്താ ദുആന്റെ അർത്ഥം? എന്താ ആർക്കെങ്കിലും അറിയോ? ആ ദുആന്റെ അർത്ഥം അറിയോ? അങ്ങ് ചെല്ലി പോലുണ്ടല്ലേ? തമിഴിലൊരു വാക്കുണ്ട്. തമിഴിൽ നിന്ന് ഒരാൾ അന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ പറയുന്നത്, തമിഴില് അള്ളാഹുവിന്, ദൈവത്തിന് തമിഴ് ഭാഷയിൽ എന്താ പേര് പറയാം? എങ്ങനെ പറയാം? എന്താ പറയാ? തമിഴിൽ കേട്ടോ, കടവുൾ, അതല്ലെങ്കിൽ ആണ്ടവൻ. അന്ന് ഞാൻ തമിഴ്നാട്ടിലൊരു അവിടെ ഒരു പ്രസംഗം, ഒരു മസ്ജിദിൽ ജുമാ കഴിഞ്ഞിട്ടുള്ള പ്രസംഗത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച വാക്ക് എന്നെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് മാറ്റിയൊരു സാധനമാണ്. പറഞ്ഞൊരു സാധനമാണ്, ആണ്ടവൻ കൊടുക്കരുതാ യാരാലും തടുക്ക മുടിയാതെ, ആണ്ടവൻ തടുക്കരുതാ യാറെ കൂടാലും കൊടുക്ക മുടിയാതെ. അള്ളാഹ് നിങ്ങൾക്ക് ഒരു കാര്യം തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ലോകത്ത് ഒരു ശക്തിയെ കൊണ്ടും കഴിയില്ല. അള്ളാഹ് ഒരു കാര്യം നിങ്ങൾക്ക് തരണ്ടാന്ന് തീരുമാനിച്ചാൽ അത് തരാൻ ലോകത്ത് ഒരാളെ കൊണ്ടും കഴിയില്ല. ഇതാണ് 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം നമ്മൾ ദുആ ചെയ്യുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഈ ഒരു സാധനം നമ്മൾ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലെന്താ? ടെൻഷൻ ഉണ്ടോ? നമ്മളെ കാര്യങ്ങൾ നടത്തുന്ന ആരാ? അള്ളയാണ്. ഇതാണ് ബേസ് നമുക്ക് വേണ്ടത്. ഒരു ടെൻഷൻ ഉണ്ടാവും. ഇപ്പൊ നമ്മളിവിടെ 9:30 മണിക്ക് ക്ലാസ് തുടങ്ങണമെന്ന് വിചാരിച്ചു. നിങ്ങൾ പലരും 9:30 മണിക്ക് എത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ആണോ അല്ലേ? പക്ഷെ എന്ത് ചെയ്തില്ല, എത്തിയില്ല. കാരണം നിങ്ങൾ ഇവിടെ എത്തണം, എപ്പോൾ എത്തണമെന്ന് ഓൾറെഡി അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അപ്പോഴും അള്ളാഹ് പറയുന്നുണ്ട്, ഒരു ജനത സ്വയം മാറാൻ തയ്യാറാത്തോളത്തോളം കാലം
അള്ളാഹു അവരെ മാറ്റുകയില്ല. അതൊക്കെ തീരുമാനിച്ചു പറഞ്ഞിട്ട് പെരിയിരുന്നാൽ അതിൻ്റെ ആയത്തിൻ്റെ അറബി പറഞ്ഞിട്ടുള്ള ഒരു ജനത സ്വയം മാറാൻ തയ്യാറാവത്തോളത്തോളം കാലം അള്ളാഹു മാറ്റൂല. ഒക്കെ അള്ളാണ് തീരുമാനിക്കുന്നതാണ്. എന്നാൽ ഞാൻ അള്ളാഹ് തീരുമാനിച്ച സമയത്ത് ഇവിടെ എത്തും പറഞ്ഞിട്ട് ഇരിക്കലല്ല. പക്ഷെ ഇൻ കേസ് നമ്മൾ പരമാവധി ശ്രമിക്കുന്നു നമുക്ക് എത്താൻ പറ്റുന്നില്ല, അപ്പം നമ്മൾ ഉള്ളിലാണ്ട സാധനം എന്താ, ഞാൻ ഇവിടെ എത്താൻ അള്ളാഹ് തീരുമാനിച്ച സമയം എന്താ. അപ്പം നിങ്ങൾ ഇങ്ങനെ അയച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളുടെ കാരണങ്ങളെ ഒന്ന് കട്ട് ചെയ്ത് നോക്കി. നിങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം ഏതെങ്കിലും ഒരു സംഭവം പറയാം. ഒരു ആക്സിഡൻറ്റ് നടന്നു, അപ്പോൾ അതിലൊരാൾ മരിച്ചു. അപ്പം നമ്മൾ പറയും, ഓൻ അങ്ങനെ പോയതുകൊണ്ടാണ്, ഇങ്ങനെ പോയതുകൊണ്ടാണ്. ആണോ അല്ലേ? അങ്ങനെയല്ലേ പറയാം. നിങ്ങൾ ആ കാരണത്തെ കട്ട് ചെയ്ത് നോക്കി. കാരണങ്ങൾ നിങ്ങൾ ഒഴിവാക്കി നോക്കി. നമ്മൾ 4 മാസം തീരുമാനിച്ചത് നമ്മൾ എപ്പോൾ മരിക്കണം, എങ്ങനെ മരിക്കണം. മനസ്സിലായോ? അപ്പം ആരെ കാണാൻ പറ്റും നമുക്ക്? കാരണങ്ങൾ ഒഴിവാക്കി ആരെ കാണാൻ പറ്റും? അള്ളാനെ കാണാൻ പറ്റും. അപ്പം ലൈഫിൽ ടെൻഷൻ വരും. ഞാൻ പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഒരു പ്രസക്തിയും. അതാണ് പറഞ്ഞത്, മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. ഇതെല്ലാ വീഡിയോയും പുറത്തു വിടരുത്. മാറ്റം തുടങ്ങേണ്ടത്, ഞാൻ വളരെ കൂളായിട്ട് പല കാര്യങ്ങളും പറയാനുണ്ടാവും. അപ്പോൾ ഈ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പലതും എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്ത് പറയാൻ പറ്റില്ല. ഇതൊന്നല്ല, ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല, പിന്നെ ഇനി പറയാൻ പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ചേഞ്ച് അല്ല, നമുക്ക് വേണ്ടത് എന്താണ്? ട്രാൻസ്ഫോർമേഷനാണ്. പ്രവാചകൻ ചെയ്തത് എന്താണ്? പരിവർത്തിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ആണോ അല്ലേ? പരിവർത്തിപ്പിക്കുകയായിരുന്നു. ചേഞ്ച് ആയുള്ള പ്രശ്നം എന്താണെന്നറിയോ? ചേഞ്ച് ആയാൽ പഴയ രീതിയിലേക്ക് എപ്പോഴും പോകാൻ സാധ്യതയില്ല. ഞാനൊരു പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കോഴിമുട്ട വിരിഞ്ഞ് കോഴിയായി, പിന്നെ ഇതിനെ കോഴിമുട്ടാക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് വേണ്ട എന്താണ്? ട്രാൻസ്ഫോർമേഷനാണ്, പരിവർത്തനമാണ് നമുക്ക് വേണ്ടത്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്നുവരെ നമ്മുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്കൊരു കൺട്രോളും ഇല്ല, ഒരു നിയന്ത്രണവും ഇല്ല. അത് ആലോചിച്ച് ദുഃഖിച്ചിരുന്ന്, ചെയ്ത തെറ്റോർത്ത് ദുഃഖിച്ചിരുന്നിട്ട് വരാനിരിക്കുന്ന ഭാവിയിലെ നല്ല കാര്യങ്ങളെ നിങ്ങൾ കളയല്ല. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട്, മനുഷ്യനാവുമ്പോൾ തെറ്റ് പറ്റും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മൂലയിൽ ഇരുന്നിട്ട് അള്ളാഹിനോട് ആത്മാർത്ഥ അങ്ങ് പറഞ്ഞ് അള്ളാഹ് അങ്ങ് കൊടുത്തരും. ഏതൊഴികെ? അള്ളല്ല എന്ന് പറഞ്ഞതൊഴികെ. പിന്നെ ആൾക്കാരായിട്ടുള്ള അള്ളല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കത് ഒരിക്കലും, പ്രിയപ്പെട്ട കുട്ടികളെ എനിക്ക് പറയണം, അള്ളല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസിന്റെ പുറത്ത്, ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അള്ളല്ല നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹ് നിങ്ങളെ പിടിക്കൂട്ടോ. അള്ളാഹ് നിങ്ങളെ പിടിക്കുവേ. അള്ളാഹു നമ്മളോട് ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ കുറച്ചുള്ളൂ. ആണോ അല്ലേ? വളരെ കുറച്ചുള്ളൂ. ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ചെയ്തോന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ. ആണോ അല്ലേ? അങ്ങനല്ലേ? ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യാതിരുന്നാൽ മതി. ചെയ്തോന്ന് പറയുന്നത്, യാത്ര ചെയ്യണോ, പൊക്കോ, കുഴപ്പമില്ല, ലോകത്തെ എവിടെയും പോയിട്ട് അള്ളാഹ് അപ്പ ചെയ്യണ്ടെന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ചെയ്യരുത്.
എവിടെ പോകുമ്പോൾ നമ്മൾ അടിസ്ഥാനം, ബേസ് എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ വിടരുത്. എത്ര പുരോഗതി വന്നാലും, ഏതെല്ലാം പുരോഗതികൾ വന്നാലും, നമ്മളെ ബേസ് ആയിട്ടുള്ള സാധനം അള്ളാഹ് നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നത്, അള്ളാഹ് കൂടുതൽ, ഞാൻ പറയുന്നത് ഈ നരകത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നതിനാൽ, നരകത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കും. നരകത്തിന്റെ ഭയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കും. സ്വർഗത്തെക്കുറിച്ച് വായിച്ചു നോക്കൂ, സ്വർഗത്തെക്കുറിച്ച് കേട്ടു നോക്കൂ. സ്വർഗത്തിൽ പോകാൻ തോന്നും. നമുക്ക് വേറെ തെറ്റിലേക്ക് നമ്മൾ പോവില്ല. അള്ളാഹ് നമുക്ക് തരുന്ന അനുഗ്രഹത്തെക്കുറിച്ച്, നിങ്ങൾ ഒരു നന്മ ചെയ്താൽ 10 നന്മ 70 നന്മ ഒക്കെ ഓരോ സമയത്ത് അള്ളാഹ് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത് 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 പോയാൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. സ്വർഗത്തെക്കുറിച്ച് കേൾക്കുക, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പറയും. നിങ്ങൾ കേൾക്കുക മാത്രമല്ല, പറയും. നിങ്ങൾക്ക് അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയും. നിങ്ങൾ 4 ആൾ കൂടുന്ന സമയത്ത് അപ്പുറത്തുള്ളവനെ കുറ്റം പറയുമ്പോൾ ഇപ്പുറത്തുള്ളവനെ കുറ്റം പറയുന്ന കാര്യം മാറ്റിവെച്ച് പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു നോക്കൂ. നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്ന നിങ്ങൾ അറിയാതെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങളോട് പറയും മറ്റുള്ളവർ, നിനക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ, നിന്റെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ ചിന്തയിൽ മാറ്റം വരുത്താനാണ് പ്രവർത്തിച്ചത്. ചിന്താഗതിയിൽ മാറ്റം വന്നാൽ അവിടെ പരിവർത്തനം സംഭവിക്കും. അപ്പം നമുക്ക് വേണ്ടത് ട്രാൻസ്ഫോർമേഷനാണ്. പഴയ രീതിയിലേക്ക് പോകാനല്ല, ഒരു പുതിയ വ്യക്തിയായിട്ട്, ഒരു തൗബയൊക്കെ ചൊല്ലിയിട്ട് ഒരു പുതിയ വ്യക്തിയായിട്ട് ഇന്നത്തെ ദിവസം മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ മക്കളുണ്ട്, രക്ഷിതാക്കളുണ്ട്, ഉമ്മാരുണ്ട്, ഉപ്പാരുണ്ട്. ഞാൻ എല്ലാവരോടും കൂടി സംസാരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഐ എം എ സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞങ്ങളടുത്ത് വരുന്ന ഒട്ടുമുക്കാലും കേസുകൾ മൊബൈൽ ഫോണാണ്. കുട്ടികളെ, ഞാൻ പറയുന്ന കാര്യം നിങ്ങളെ ഹൃദയത്തിലേക്ക്, ബ്രെയിന് കൊണ്ടല്ല ആരും കേൾക്കേണ്ടത്, നിങ്ങളെ ഹൃദയത്തിലേക്ക് കേൾക്കണം. നിങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. നിങ്ങൾ മൊബൈൽ ഫോൺ, ഇപ്പം ഈ മൊബൈൽ ഫോണിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങളുടെ സ്ക്രീൻ ടൈം കാണാനുള്ള ഓപ്ഷൻ. സ്ക്രീൻ ടൈം നിങ്ങൾ വീട്ടിൽ പോയിട്ട് സെറ്റിങ്സ് പോയിട്ട് സ്ക്രീൻ ടൈം ഒന്ന് അടിച്ചിട്ട് നിങ്ങളുടെ ഇന്നലത്തെ ഫോണിൻ്റെ സ്ക്രീൻ ടൈം എത്രയെന്ന് നോക്കി. ഞാൻ പറഞ്ഞുതരാം, ഒട്ടുമിക്ക ആളുകളും 5 മണിക്കൂറിന് മേലെയായിരിക്കും. 8 മണിക്കൂർ, 12 മണിക്കൂർ. ഞാനൊരു 16 വയസ്സിൻ്റെ 22 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ക്യാമ്പ് ചെയ്തപ്പോൾ ഒരു കുട്ടിയുടെ ഇന്നലത്തെ ദിവസത്തെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 18 മണിക്കൂറാണ്. 18 മണിക്കൂറാണ്. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, നീ ഈ കാര്യം ഒരു 1.5 മാസം കൂടി തുടർന്നു പോവുകയാണെങ്കിൽ ഞാൻ നിന്നെ കുതിരവട്ടത്തോ ഉളമ്പാറയിലോ കാണേണ്ടി വരും. തമാശ പറയല്ലോ, തമാശ പറയല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ, കുട്ടികളെ, രക്ഷിതാക്കളെ, ഈ ഫോണിൻ്റെ ഉടമയാകണം, നിങ്ങൾ അടിമയാകണം. ഫോണിൻ്റെ നിങ്ങളൊന്ന് പറഞ്ഞാണി, ഇങ്ങോട്ട് പറയാം, എല്ലാവരും പറഞ്ഞാണി, ഫോണിൻ്റെ എന്താണ് നമ്മൾ ഉടമയാകണം, എന്താകരുത്, അടിമയാകരുത്. നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ഉടമയാകണം നിങ്ങൾ, അടിമയാകരുത്. നിങ്ങളുടെ ഫോണിലുള്ള യൂട്യൂബിൻ്റെ ഉടമയാകണം നിങ്ങൾ, അടിമയാകരുത്. നമ്മുടെ സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ അതിൽ തന്നെ നിങ്ങൾ സ്ക്രീൻ ടൈം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏത് ആപ്ലിക്കേഷനിലാണ് നിങ്ങളെ സമയം കളഞ്ഞത് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതെന്താ കണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തി,
എന്നിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തി. നിങ്ങളെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ, കഴിഞ്ഞ ദിവസം 5 മണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്കെന്ത് കിട്ടി? ആ 5 മണിക്കൂറും സമയം കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെ ചെലവഴിക്കേണ്ട സമയമായിരുന്നു. പാരൻസിൻ്റെതാണെങ്കിൽ അത് നിങ്ങളുടെ മക്കളെ കൂടെയോ ഭർത്താവിൻ്റെ കൂടെയോ ഒക്കെ ഭാര്യയുടെ കൂടെയൊക്കെ ചെലവഴിക്കേണ്ട സമയമായിരുന്നു. ആ സമയത്തെ കളഞ്ഞുകൊണ്ട് ഏതോ കൊമ്പങ്കാട് കോയും കുഞ്ഞാപ്പും കാണുന്ന സാധനം കണ്ടിട്ട് നമ്മുടെ ലൈഫ് കളയല്ലേ. ബിക്കോസ് ഇറ്റ് ഈസ് ദെയർ ബിസിനസ്. ബിക്കോസ് ഇറ്റ് ഈസ് ദെയർ ബിസിനസ്. അത് അവരുടെ ബിസിനസ്സാണ്. അത് അവരുടെ ബിസിനസ്സാണ്. നമ്മൾ എന്തിനാണ് നമ്മുടെ ലൈഫ് കളയുന്നത്? എപ്പോഴെങ്കിലും നിങ്ങളൊരു 10 മിനിറ്റോ 15 മിനിറ്റോ 30 മിനിറ്റോ മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ കണ്ടു പോകുന്നതിന് കുഴപ്പം പറയില്ല. നല്ല കാര്യങ്ങൾ കണ്ടോളി, നല്ല തീംസുള്ള കാര്യങ്ങൾ കണ്ടോളി, കുഴപ്പമില്ല. പക്ഷെ ഫുൾ ടൈം ഇതിൽ തന്നെ കയറി ഇരിക്കുമ്പോൾ നിങ്ങൾ നശിപ്പിക്കുന്നത് ആരെയാണ് നശിപ്പിക്കുന്നത്? നമ്മളെയാണ് നശിപ്പിക്കുന്നത്. നമ്മൾ നശിച്ചു പോകുമ്പോൾ അവിടെ നല്ലൊരു കുടുംബമാണ് നഷ്ടപ്പെടുന്നത്. ഉമ്മമാരാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ മക്കൾക്ക് നല്ല ഉമ്മയെ നഷ്ടപ്പെടും. മക്കളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും നല്ല മകനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഉപ്പമാരാണ് കാണുന്നതെങ്കിൽ മക്കൾക്ക് നല്ല ഉപ്പനെ നഷ്ടപ്പെടും. ഭാര്യയ്ക്ക് നല്ല ഭർത്താവിനെ നഷ്ടപ്പെടും. ഭാര്യയാണ് കാണുന്നെങ്കിൽ ഭർത്താവിന് നല്ല ഭാര്യയെ നഷ്ടപ്പെടും. അപ്പം തുടങ്ങും പ്രശ്നങ്ങൾ, സംശയങ്ങൾ തുടങ്ങും. നിങ്ങൾ ശരിക്കും, ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശരിക്കും എല്ലാവരും വേറൊടുക്കും. നിങ്ങൾ ഭാര്യയിലേക്ക് ചൂടണ്ട, മക്കളിലേക്ക് ചൂടണ്ട, മക്കൾ പാരൻസിലേക്ക് ചൂടണ്ട, ആരിലേക്ക് ചൂടണ്ട, സ്വന്തത്തിലേക്ക് ചൂണ്ടിയിട്ട് ഒരൊറ്റ മിനിറ്റ് സമയം തരാം. ആ ഒരൊറ്റ മിനിറ്റ് സമയത്ത് നിങ്ങളിലേക്കൊന്ന് തിരിച്ചു പോകും. നിങ്ങളിലേക്ക് മാത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയാണ് മാറ്റേണ്ടത്? മക്കളും എല്ലാവരും ഞാൻ സമയം തരികയാണ്. എനിക്ക് എന്തൊക്കെ മാറണം? എന്നിൽ എന്തൊക്കെയാണുള്ളത്? എനിക്ക് മക്കൾക്ക് എന്താ കൊടുക്കാനുള്ളത്? മക്കൾ ചിന്തിക്കേണ്ടതുണ്ട്. ഉമ്മക്കുപ്പൊക്കെ എന്താ കൊടുക്കാനുള്ളത്? ഭാര്യ ഭർത്താവിന് എന്താ കൊടുക്കാനുള്ളത്? ഭർത്താവ് ഭാര്യയ്ക്ക് എന്താ ഇനി കൊടുക്കാനുള്ളത്? അല്ലെങ്കിൽ എന്തൊക്കെയാണുള്ളത്? ജസ്റ്റ് ഒരൊറ്റ മിനിറ്റ് സമയം തരാം. ആ സമയത്ത് നിങ്ങളിലേക്ക് മാത്രം പോകുക. വേറെ ഒരിടക്കും ചിന്തിക്കരുത്. ഓക്കെ, ജസ്റ്റ് കണ്ണടച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒരൊറ്റ മിനിറ്റ് സമയം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു പിക്ചർ കിട്ടിയിട്ടാണ്. യെസ് ഓർ നോ? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു പിക്ചർ കിട്ടി. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഞാൻ വീണ്ടും പറഞ്ഞു, കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ട, നാളെക്കുറിച്ച് ചിന്തിക്കുക. നാളെക്കുറിച്ച് ചിന്തിച്ച് എന്താകരുത്? ആൻസൈറ്റി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഭാഷയിൽ വ്യാകുലപ്പെട്ട് ചിന്തിച്ച് ഡിപ്രഷനിലേക്ക്. എന്തിനു വേണ്ടി നമ്മൾ നാളെക്കുറിച്ച് ചിന്തിച്ച് ഡിപ്രസ്ഡ് ആണോ? പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സമയം 10:44. 10:45 ഞാൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഉണ്ടാവും? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇവിടുന്ന് നമ്മൾ ഇറങ്ങും, നമുക്ക് ഉറപ്പുണ്ടോ? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നത്.
പ്രസന്റിൽ ജീവിക്കും, പ്രസന്റിൽ നല്ല കാര്യങ്ങൾ ചെയ്യും, നിങ്ങളുടെ വർത്തമാനത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് പറഞ്ഞ് മാപ്പ് ചോദിക്കും. നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, അവരെ പോയിട്ട് കണ്ട് മാപ്പ് പറയും. മനസ്സതിന് ആ മനസ്സിന്റെ കട്ടി അങ്ങ് ഒഴിവാണ്. മനസ്സിന്റെ കട്ടി അങ്ങ് ഒഴിവായിട്ട് ആരോടെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് മാപ്പ് പറയുന്നു. മരിച്ച് മയ്യത്തായി കിടക്കുന്ന സമയത്ത് ഈ നമ്മുടെ മിഹ്റാബിൽ നിന്ന് പറഞ്ഞ മാപ്പ് കൊടുക്കുന്നതല്ല, ജീവിച്ചിരിക്കുമ്പോൾ മാപ്പ് കൊടുക്കി. അത് രണ്ടുപേരെയും വളർത്തും. നിങ്ങൾ ഒരാളുമായിട്ട് തെറ്റുണ്ടെങ്കിൽ അയാളോട് പറഞ്ഞ് മാപ്പ് പറഞ്ഞാൽ നിങ്ങളും വളരും, അയാളും വളരും. അല്ല എങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. സൈക്കോളജിക്കലി പറയുന്ന ഒരു സംഭവിച്ചാൽ, അങ്ങനെ നിങ്ങൾ അത് ചിന്തിച്ച് നടക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അഡ്രിനാലിൻ ഹോർമോണിന്റെ അളവ് കൂടുന്തോറും അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തുമ്പോഴാണ് ഭ്രാന്ത് എന്ന് പറയുന്ന അസുഖം. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരോട് പോയി പറഞ്ഞ്, ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ്, ഞാൻ സൈക്കോളജിസ്റ്റിനെ പോയി കാണണമെന്നൊന്നുമല്ല എന്നോട് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരോട് നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള വേദനകൾ പറഞ്ഞ് എന്ത് ചെയ്യുക, അതൊക്കെ തീർത്ത് ഒരു നല്ല മക്കളായിട്ടും നല്ല പാരൻ്റായിട്ടും ജീവിക്കാൻ തുടങ്ങണം നമ്മൾ ഇന്ന് മുതൽ. റെഡിയാണോ? അതൊരു സുഖമില്ലല്ലോ. റെഡിയാണോ? നിങ്ങൾ മനസ്സോട് വിചാരിച്ചാൽ അള്ളാഹിനോട് നിങ്ങൾ ഒരു ചാ നടത്താൽ അള്ളാഹ് മഴ. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മൊബൈൽ ഫോൺ. മക്കളൊക്കെ ചെവി പൊത്തി ഞാൻ പറയുന്നത് കേൾക്കാൻ പറയും. ചെവി പൊത്തി ഞാൻ കാര്യമൊക്കെ പറയും. എല്ലാവരും പൊത്തിയ ചെവി നന്നായിട്ട് പൊത്തിയ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ചെവി പൊത്തണം. ഞാൻ പറയുമ്പോൾ മാത്രം പോയി, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. ചെവി പൊത്തണേ. തമാശ പറഞ്ഞത് 90% റീസൺ 90% കാരണം അതാണ്. ഇരുത്തി പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? രണ്ടുപേരും കൂടി ഇരുത്തി പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? 90% റീസൺ അതാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് രണ്ടുപേരും കൂടി ഇരിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും. ചേർത്ത് പിടിക്കേണ്ടത് ചേർത്ത് പിടിക്കണം. പ്രത്യേകിച്ച് ഇവിടേക്ക് എത്ര ക്ലാസ്സിലെ കുട്ടികളുള്ളത്? 7ാം ക്ലാസ് മുതലാ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? ഓക്കെ കൈതാത്തിയ. പിന്നെ 8ഉം അതിന് മുകളിൽ? ഓക്കെ ശരി. 7ാം ക്ലാസ്സിലാണെങ്കിലും ഒക്കെ എത്ര വയസ്സാണ്? 13 വയസ്സൊക്കെ അല്ലേ? ഒക്കെ കൗമാരത്തിലേക്ക് പ്രവേശിച്ചു, ടീനേജിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു. പാരൻസും മനസ്സിലാക്കണം, മക്കളും മനസ്സിലാക്കണം. ഈ കൗമാരപ്രായത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? കുട്ടികൾ അവെയർ ആവണം നിങ്ങളെ കുറിച്ച്. ഞാൻ പറയുന്നത് മാത്രം ശരി, ഞാനാണ് ശരി, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് പറയുന്നതാണ് ശരി. ഉപ്പാക്കും ഉമ്മാക്കൊന്നും എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാരാണ്, അവരൊന്നും ലോകത്തെക്കുറിച്ച് അറിയാത്ത ആൾക്കാരാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭാഷയെ പറഞ്ഞാൽ എന്ത് വൈബ് തന്ത വൈബ് അല്ലേ? തന്ത വൈബ് മക്കളെ, അത് തന്ത വൈബ് അല്ല കേട്ടോ, അത് വൈബ് തന്തകളാണ്.
വൈബ് തന്തകളാണ്, നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണ്. അത് നിങ്ങളുടെ ടീനേജ് പ്രായം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലോകത്തിലെല്ലാവരും ടീനേജിലൂടെ കടന്നു പോയതാണ്. ടീനേജ് പ്രായത്തിന്റെ പ്രത്യേകത, കൗമാര പ്രായത്തിന്റെ പ്രത്യേകത, ഞാൻ ചെയ്യുന്നത് മാത്രം ശരി, അതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറയുന്നതാണ് ശരി, എൻ്റെ ഗ്യാങ് പറയുന്നതാണ് ശരി, എൻ്റെ പിയർ ഗ്രൂപ്പ് പറയുന്നതാണ് ശരി, അവർക്ക് പറയുന്നതിന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാകും. അല്ല കേട്ടോ മക്കളെ, ഒരിക്കലും അല്ല കേട്ടോ. നിങ്ങളെ ലോകത്ത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന രണ്ടാളുകൾ മാത്രമേ ഉള്ളൂ. ലോകത്ത് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന രണ്ടാളുകൾ മാത്രമേ ഉള്ളൂ. ആരാ? ഉപ്പിയുണ്ടി. ബാക്കി ഏത് സ്നേഹം ഉണ്ടെങ്കിലും അതിൽ ഫേക്ക് ഉണ്ടാവും. ഏതുണ്ടെങ്കിലും, ഏത് രീതിയിൽ നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നുണ്ടെങ്കിലും, ഏത് രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടെങ്കിലും, എത്ര പേര് സ്കൂളിലേക്ക് പോകുമ്പോൾ ഉപ്പക്കും ഉമ്മക്കും ഹഗ് കൊടുക്കാറുണ്ട്? അല്ലെങ്കിൽ ഉമ്മ കൊടുക്കാറുണ്ട്? ഇല്ല, അവിടെ ഒന്നും കൈ നോക്കണില്ലല്ലേ? ഒന്നും കൈ നോക്കണില്ലല്ലേ? ഇന്ന് കൂടിയ പാരൻസിനോട് പറയാണ്, മക്കളോട് പറയാണ്, നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ, പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ ഉപ്പക്കും ഉമ്മക്കും ഹഗ് കൊടുത്തിട്ട് പോകും. ആരാൻ്റെ ഹഗ്ഗിൻ്റെ പിറകെ പോകരുത് മക്കളെ. മറ്റുള്ളവർ നിങ്ങൾക്ക് ഹഗ്ഗ് തരുമ്പോൾ അവന് പല ഉദ്ദേശങ്ങളുണ്ടാകും. പല ഉദ്ദേശങ്ങളും. അത് ഡ്രസ്സാവാം, വട്ടവരിറ്റിന് വേണ്ടി. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട്, ആൺകുട്ടികൾ പെൺകുട്ടികൾ നിങ്ങളെ തൊടാൻ പറ്റാത്ത ഒരാൾ നിങ്ങളെ തൊടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, തൊടാൻ പറ്റാത്ത ആൾ നിങ്ങൾക്കറിയാൻ പറ്റും. അതിപ്പോൾ കയ്യിൻ്റെ എവിടെ തട്ടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്ലാത്ത കുറേ സ്ഥലങ്ങൾ, ഇതുവരെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ ആരെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾ നശിക്കും. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണ്. നിങ്ങൾ അവെയറാണ്. നിങ്ങളെ സംരക്ഷിക്കാൻ പുറത്തിറങ്ങിയ പാരൻസ് ഒന്നും ഉണ്ടാവില്ല. പറഞ്ഞു മനസ്സിലായോ? അവൻ ഫേക്കാണ്, അവൾ ഫേക്കാണ്. നിങ്ങൾ പ്രേമം മറ്റേത് മറിച്ചത് ഒക്കെ പറഞ്ഞു. ഞാനതാ ഇന്നലെ വൈകുന്നേരം ഒരു 2 മണിക്കൂർ ഇരുന്നു. ഇനി ഇവിടുന്ന് ഒരു കല്യാണം കഴിഞ്ഞ് പോയ ഒരു 3 മണിക്കൂർ ഇരിക്കാൻ പോവാം. 2 മാസം മുമ്പ് കഴിഞ്ഞ ലവ് മാരേജ് ഭയങ്കര പ്രശ്നത്തിലാണ്. 99.9% ലവ് മാരേജ് അൺഹാപ്പിയാണ്. ജീവിതം അൺഹാപ്പിയാണ്, ജീവിച്ചു പോകുന്നത് അൺഹാപ്പിയാണ്. മക്കളെ, ഞാൻ നിങ്ങളെ അവെയറാക്കുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്കാണ്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് പോകുന്ന, നിങ്ങൾ ഹൈസ്കൂളിലേക്ക് പോകാനുള്ള ആളുകളാണ്, ഇതിലേക്ക് പോകാനുള്ള ആളുകളാണ്. 99% ലവ് മാരേജ് ലൈഫ് അൺഹാപ്പിയാണ്. ഒരു പക്ഷെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരുമിച്ചൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും, കളിച്ചൊക്കെ പോകുന്നുണ്ടാവും. പുറത്ത് കാണുന്ന ശരിയൊന്നുമല്ല ലൈഫ്, പുറത്ത് കാണുന്ന ശരിയൊന്നുമല്ല.
അതുകൊണ്ട് അത് മാത്രമല്ല ലവ് മാരേജ് മാത്രമല്ല, ഒരു കല്യാണം ഉറപ്പിച്ചു വെച്ചു. ഇവൻ നിക്കാഹ് കഴിഞ്ഞു, എക്സാമ്പിൾ നിക്കാഹ് കഴിഞ്ഞു, 1 കൊല്ലോ 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നതെങ്കിൽ അതിനും ഇത് സാധ്യത. പാരൻസിനോടും കൂടിയാ പറയുന്നത്, അതിനും ഇതിന് സാധ്യത. നിക്കാഹ് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവുക, കൂട്ടിക്കൊണ്ടുപോകും. എന്താ സംഭവം ഞാൻ പറഞ്ഞില്ല, അതിന്റെ റീസൺ പറഞ്ഞില്ല. പാരൻസിനോടാണ് സംസാരിക്കുന്നത്, റീസൺ പറഞ്ഞു. പ്രേമിക്കുന്ന സമയം, അതല്ലെങ്കിൽ ഈ കല്യാണം ഉറപ്പിച്ച് വെച്ച് ഫോണൊക്കെ വിളിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഫോണൊക്കെ വിളിച്ച് ഈ 2 സമയത്തും ഇവർ 2 പേരും എന്താ പറയാ, ചെക്കൻ വീട്ടിലെ പോസിറ്റീവുകൾ പറയും, ആണോ അല്ലേ? പോസിറ്റീവ് മാത്രമേ സംസാരിക്കൂ. പെണ്ണ് വീട്ടിലെ പോസിറ്റീവ് മാത്രമേ സംസാരിക്കൂ. ചെക്കൻ്റെ പോസിറ്റീവ് മാത്രമേ സംസാരിക്കൂ. പെണ്ണിൻ്റെ പോസിറ്റീവ് മാത്രമേ സംസാരിക്കൂ. വീട്ടിലെ ആളുകളെ കുറിച്ചുള്ള പോസിറ്റീവ് മാത്രമേ സംസാരിക്കൂ. അപ്പം ഇതെല്ലാം സംസാരിച്ചിരുന്ന 2 പേരും ഒരു സ്വപ്ന ജീവിതം പടുത്തുയർത്തി. അത് കഴിഞ്ഞിട്ടാണ് റിയൽ ലൈഫിലേക്ക് വരുന്നത്. ഈ പറഞ്ഞതൊന്നും നടക്കില്ല. തുടങ്ങും പ്രശ്നം. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ പാരന്റിങ് നിങ്ങൾ ശ്രദ്ധിക്കണം. മക്കളോടും പറയും, ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവരെ പിറകെ പോകലല്ല ലൈഫ് എന്ന് പറയും. ലൈഫ് എന്ന് പറഞ്ഞാൽ, ലൈഫിലെ സക്സസ് എന്ന് പറഞ്ഞാൽ, ജീവിത വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ജീവിത വിജയം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ജീവിത വിജയം കൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഹലോ, നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു. ഞാൻ ഭൗതികതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ആത്മീയതയെക്കുറിച്ചല്ല. അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം അതാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ വിജയം. ഞാൻ പറഞ്ഞു ഭൗതികതയിൽ ഒരു ജീവിത വിജയത്തെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്, ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 100 കോടി രൂപയുണ്ട്. സങ്കല്പിക്കുന്ന പൈസ എന്ന് പറഞ്ഞല്ലോ, 100 കോടി രൂപയുണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വീട് നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു കാർ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഈ 100 കോടി ആസ്തിയല്ല, ആ ആസ്തി വെച്ചിട്ട് അതിൽ നിന്ന് മാസാമാസം എന്ത് വരുന്നുണ്ട്? വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പണിക്കില്ലെങ്കിൽ എന്ത് വരും? വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് സ്വസ്ഥതയിലുള്ള നിങ്ങളുടെ മനസ്സനുഭവിക്കുന്ന സ്വസ്ഥത എന്ന് പറയുമ്പോൾ, നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുമ്പോൾ, അത് ഈ 100 കോടിയെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. 100 കോടിയെല്ലാം നഷ്ടപ്പെട്ടു, നമുക്ക് വരുമാനം ഇല്ലാതായി. അപ്പോഴും നമുക്ക് എന്തുണ്ടാവും? സമാധാനം. അതാണ് അപ്പോഴും സ്വസ്ഥത. പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു, മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു, അപ്പോൾ നമ്മൾ സ്വസ്ഥതയോടുകൂടി സമചിത്തതയോടുകൂടി അതിനെ അഡ്രസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നു. അതിന് നമ്മൾ ഇമോഷണലി വെൽബീയിങ് ആയിരിക്കണം. വൈകാരികമായിട്ട് ദേഷ്യപ്പെടുന്നിടത്ത് മാത്രമേ ദേഷ്യപ്പെടാൻ പാടുള്ളൂ. ദേഷ്യപ്പെടേണ്ടടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ദേഷ്യപ്പെടണം. പക്ഷെ അത് എവിടുന്ന ആകരുത്? ഉള്ളിൽ നിന്നുള്ള ദേഷ്യം ആകരുത്. അതേസമയം സന്തോഷം വെക്കുമ്പോഴോ അത് എവിടുന്നാവും വേണം? അത് ഉള്ളിന്ന് കൊടുക്കും. ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ ശരിക്കും അത് ഫേക്കായിട്ട് ദേഷ്യപ്പെടണം. അതാണ് ഇമോഷണലി വെൽബീയിങ് എന്ന് പറയുന്നത്. നമ്മളൊരാൾ ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യം അയാളോട് പ്രകടിപ്പിക്കുമ്പോഴും നമുക്ക് ഉള്ളിൽ അയാളോട് എന്ത് ഇടാൻ പാടില്ല? ദേഷ്യം ഉണ്ടാകാൻ. അതൊരു പക്ഷേ അവരെ ശകാരിക്കാൻ വേണ്ടി, മക്കളെ ശകാരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യായിരിക്കും? അത് ചെയ്യാന്നുള്ളത് മാത്രമേ. എന്നാൽ കുട്ടികൾ നല്ലത് ചെയ്താലോ?
അല്ല എന്താ ഇപ്പൊ സംഭവിക്കാൻ സാധാരണ എന്തെങ്കിലും ഇവിടെ എന്താ പറയാ ദേഷ്യപ്പെടും. ഓക്കെ, ദേഷ്യപ്പെടണം, നമ്മൾ ദേഷ്യപ്പെടണം. അതേസമയം അവനത് വേറെന്തോ കാര്യം അവൻ വൃത്തിയാക്കുന്നുണ്ട്. തോന്നി എന്തിനപ്പോ തോന്നി അല്ല അങ്ങനെ ഞാൻ ചെയ്തത് നല്ല കാര്യമാണ്. വളരെ ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് അത് കൂടുതൽ പറയണം. അത് പറയുന്ന സമയത്ത് ഒരു ഹക്കും കൊടുക്കണം. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി ലൈഫിലുണ്ടാകുന്ന മാറ്റം. ഇത് എനിക്ക് പറഞ്ഞറിയാൻ പക്ഷെ അത് ഫീൽ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കുട്ടികള് സ്കൂൾക്ക് പോകുമ്പോൾ നിങ്ങൾ ഹഗ് വാങ്ങാതെ പോവില്ല. ഭാര്യ ഭർത്താവിന് കൊടുക്കണം. എവിടേക്കൊക്കെ ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെയാണ് റിയൽ ലവ് എന്ന് പറയുന്നത്. ഈ ലവും ഇഷ്ടവും തമ്മിൽ ഡിഫറൻസ് എന്താണ്? സ്നേഹം എന്ന് പറയുന്നത്, ലവ് എന്ന് പറയുന്നത് കേരളം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചൊരു വേർഡാണ്. പലരും ലവിനെ കാമത്തോട് ചേർത്ത് വെച്ചു. ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹമാണ്. ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, മക്കള് ഉമ്മരിപ്പരെയും സ്നേഹിക്കണം, തിരിച്ച് മക്കളെയും പാരൻസ്. സ്നേഹം. ഈ ഇഷ്ടം എന്ന് പറഞ്ഞ സാധനം എന്താ? പല പ്രേമങ്ങളും എന്താണ് ശരിക്കും? പല പ്രേമങ്ങളും എന്താണ്? ലവ് അല്ല, എന്താണ്? ഇഷ്ടം. അത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദാഹരണം പറഞ്ഞു. ഒരു പാരന്റിന്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ, ജസ്റ്റ് എക്സാമ്പിൾ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഒരു പാരന്റിന്, അത് ആരെക്കുറിച്ചല്ല, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വേണ്ട. ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ, ഒരു മാസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചു. ഈ പെരുന്നാളിൻ്റെ രണ്ടാം പെരുന്നാൾ. അപ്പോൾ അദ്ദേഹത്തിനൊരു കുട്ടിയുണ്ട്. കുട്ടിയുടെ പേര് റിയാസ് എന്നാണ്. ആ കുട്ടി ഡിഫറൻ്റ്ലി ഏബിൾഡ്, സംസാരിക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല. ആ കുട്ടിനെ ആ ഉപ്പ ആ ഉമ്മ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളോടുകൂടി ഇഷ്ടപ്പെടുന്നതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. കുറവുകളോടുകൂടി ഇഷ്ടപ്പെടും, അതിനാണ് സ്നേഹം. മറ്റേത് വെറും ഇഷ്ടം മാത്രമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പോൾ പല സ്ഥലത്തും സംഭവിക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പ്രവാസി ഫാമിലിയിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. ഭർത്താവ് ഗൾഫിൽ നിന്നിട്ട് നല്ല പൈസ ഉണ്ടാക്കും, അവിടുന്ന് പൈസയൊക്കെ അയച്ചു കൊടുത്ത് ഇവിടെ എന്തുണ്ടാക്കും? വീടുണ്ടാക്കും. അവിടെ തിരിച്ചു വരുന്ന സമയത്ത് മക്കളും ഭാര്യയും എല്ലാവരും കൂടി എന്ത് ചെയ്യും? ഞാൻ തമാശയാണ്. ഒരുപാട് സംഭവങ്ങൾ എത്ര 50, 55, 60, 70 വയസ്സായ വലിയ ആൾക്കാർ എൻ്റെ ഓഫീസിൽ വന്നിട്ട് പൊട്ടിക്കരയാറില്ല. എന്താ കാര്യം? അത്രയും കാലം അയാളുടെ പണത്തെയായിരുന്നു അവർക്ക് ആവശ്യം. അയാൾ ആവശ്യമില്ലായിരുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യം വേണം. ഞാനൊരു ചോദ്യം ചോദിക്കാം, അത് വലിയ ആൾക്കാരെ ആൻസർ കണ്ടെത്തിക്കോളൂ. 50, 60, 70 വയസ്സായവർക്കൊക്കെ കാണാം, കുഴപ്പമൊന്നുമില്ല.
ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നത്, ഭൗതികമായ ക്വസ്റ്റ്യനാണ്, ആത്മീയമായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്. വൈ ഷുഡ് ഐ ഡു ലീവ്? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? നിങ്ങളോട് സ്വന്തത്തിൽ അതിന് ഉത്തരം ചോദിക്കുക. ഇവിടെ പറയുന്നു വേണ്ട, ഷെയർ ചെയ്യുന്നു വേണ്ട, എല്ലാവർക്കും ചോദിക്കാം, എല്ലാവർക്കും നോക്കാം. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്? എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്? ഒരൊറ്റ വാചകത്തിൽ അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സ്പെസിഫിക് ആയിട്ട് ഞാൻ എന്തിനു വേണ്ടിയിട്ട് ജീവിക്കുന്നു? ഇതിന് ആൻസർ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യൂല? എന്ത് ചെയ്യൂല? എവിടെയും എത്തില്ല. അപ്പോഴാണ് ഓവാലത്തും ഇരിക്കണോ കഞ്ചാവ് വലിച്ച വിളിച്ചപ്പോൾ അന്നാ പോവാറ്. അപ്പോഴാണ് അപ്പുറത്തിരിക്കണ കുളത്തിൽ കുളിക്കാൻ പോകട്ടോ എന്ന് പറയും. ഓക്കെ, ഒരു പരിപാടിയില്ല, പോവാം. അതേസമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ലക്ഷ്യമുണ്ടെങ്കിലോ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതെങ്കിലോ, ആര് വിളിച്ചാൽ നിങ്ങൾ പോവില്ല. നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യം വെക്കാൻ പറ്റണം. ആ ലക്ഷ്യം നമുക്ക് വെക്കാൻ പറ്റിയാൽ നമ്മൾ ഒരു തെറ്റിലേക്കും പോകില്ല. ലക്ഷ്യമില്ലാത്തതാണ് പ്രശ്നം. ലക്ഷ്യമില്ലാത്തതാണ് പ്രശ്നം. ജീവിതത്തിൽ ഡ്രീം ഇല്ലാത്തതാണ് പ്രശ്നം. ഡ്രീം വേണം നമുക്ക്. ഞാൻ പറഞ്ഞു, വലിയ സ്വപ്നങ്ങൾ കാണാം. നിങ്ങൾ എത്ര ഉയരങ്ങളിൽ എത്തിയാലും, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, തുടക്കത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. എന്താണ് എന്താ പറഞ്ഞത്? നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലേ? നിങ്ങൾ ഉയരങ്ങളിലെത്തിയാലും, എത്ര ഉയരങ്ങളിലെത്തിയാലും എന്നെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്നും എനിക്ക് തന്നതൊക്കെ അള്ളാഹു ആണെന്നും ആ അള്ളാഹ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചെടുക്കാൻ പറ്റും. അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്, ആദ്യം നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും? അയച്ചുവിടും, പിന്നെ ഞാൻ മുറുകെ അയച്ചിടും, ഞാൻ പിന്നെ മുറുകെ. അള്ളാഹ് റഹ്മാനും റഹീമും എന്ന് പറയുന്നത് വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും എന്ത് കൊടുക്കും? അതാണ് അള്ളാഹ് എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ മുസ്ലിങ്ങളെ മാത്രമാണ് അള്ളാഹ്. അല്ല, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത്. നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി നോക്കി. ഈ സ്ഥലം അല്ല, ഒരു ചാണല്ലേ സ്ഥലം ഇവിടെ? ഈ സ്ഥലം എത്ര? ഒരു ചാണ. ലോകത്തിന്ന് വരെ മരിച്ചുപോയ ആൾക്കാർ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ, ഇത്രയും ആൾക്കാരെ ഈ ഒരു ചാൺ സ്ക്വയർ സ്ഥലത്ത് വ്യത്യസ്തമായി സൃഷ്ടിച്ചു. ഏത് സ്ഥലത്താണ്? ഒറ്റ ചാൺ സ്ഥലത്ത് ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും വേറെ വേറെ സൃഷ്ടിച്ചു. മനുഷ്യനെ കൂടെ കഴിയോ? ഇതാണ് അള്ളാഹ്. ഈ അള്ളാഹ്ക്ക് കുൻ എന്ന് പറയേണ്ട താമസമാണ്. എന്ത് യാസീനില്ലേ? എന്താണ് കുൻ ഫയക്കൂൻ. കുൻ എന്ന് പറയേണ്ട താമസം അത് അവിടെ ഉണ്ടാവും. ഇങ്ങനെ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ പഴയ റേഡിയോ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, പഴയ റേഡിയോ. ബോറടിക്കുണ്ടാവും സംസാരിക്കുന്നത് ഇല്ലല്ലോ. പഴയ റേഡിയോ ഉണ്ടല്ലോ, പഴയ റേഡിയോ ഇങ്ങനെ മലയാളം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൈ അറിയാതെ അടിമ തട്ടി. എന്താ സംഭവിക്കുക? ആ മലയാളം നേരെ എന്താവും? സംഗതി വാർത്തായ സുരണ്ട. നമ്മളിങ്ങനെ ഭയങ്കര ഇതിലേക്ക് നടക്കുകയാണ്. പഠിച്ചവങ്ങ് തീരുമാനിച്ചാൽ ഇതിനിപ്പോ ഭ്രാന്താണ് തീരുമാനിച്ചാൽ പോയി. ഈ അള്ളാഹിനോട് നിങ്ങൾ എപ്പോഴും ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ട് 33 പ്രാവശ്യം അൽഹംദുലില്ലാ. നമ്മളെന്താ ചെയ്യല്? നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി, ആ നിസ്കാരം മുതൽ ആ നിസ്കാരം വരെ അള്ളാഹ് എന്നൊക്കെ തന്ന അനുഗ്രഹങ്ങൾ ആലോചിച്ച് അൽഹംദുലില്ലാ പറഞ്ഞോക്കി. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റി, അൽഹംദുലില്ലാ. എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റി, അൽഹംദുലില്ലാ. എനിക്ക് ബ്രഷ് ചെയ്യാൻ പറ്റി, അൽഹംദുലില്ലാ. അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹ് തന്ന ഓരോ നിയമത്ത് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ പറഞ്ഞു പോയി. അപ്പോഴാണ് ലൈഫ് അള്ളാഹ് എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ അള്ളാഹ് ഇങ്ങനെ തുറന്നൊരു. അപ്പോൾ വെറുതെ ഇങ്ങനെ ചെയ്ത് പോകുന്നതിന് പകരം നിങ്ങൾക്കൊരു സാധനം തരികയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് എവിടെ നിൽക്കണേ ശരി മനസ്സോട് എന്ത് പറയാം? ആ സംഭവം അള്ളാഹ് തന്നതാണ് ഓർത്തിട്ട് അള്ളാഹിനോട് എന്തറിയാം?
അപ്പം അള്ളി നിങ്ങൾ തമ്മിൽ എന്തുണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ അള്ള നിങ്ങൾക്ക് ഒരുപാട് വഴികൾ എന്ത് ചെയ്യും തുറന്നു തരും. ഒരുപാട് വഴികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും തുറന്നു തരും. അല്ലാതെ ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ചൊല്ലിപ്പോയിട്ടൊന്നും കാര്യമില്ല. ചെല്ലാം കുഴപ്പമില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മുടെ ഉള്ളിൽ ഓർമ്മ വേണം. അങ്ങനെ ഓരോന്ന് കിട്ടിയ എനിക്ക് നല്ല മക്കളെ തന്നു അൽഹംദുലില്ലാ, കാല് തന്നു അൽഹംദുലില്ലാ, കണ്ണ് തന്നു അൽഹംദുലില്ലാ, കേൾക്കാൻ തന്നു അൽഹംദുലില്ലാ. അത് പറഞ്ഞാൽ തീരുമോ? പറഞ്ഞാൽ തീരുമോ? പറഞ്ഞാൽ തീരൂല. എനിക്ക് നല്ല ഉപ്പനും ഉമ്മനും തന്നു അൽഹംദുലില്ലാ, ഉപ്പാനെ തന്നു അൽഹംദുലില്ലാ, എനിക്കിന്ന് രാവിലെ ഭക്ഷണം കഴിക്കാൻ പറ്റി അൽഹംദുലില്ലാ. കഴിക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട് ലോകത്ത്. പൈപ്പിലൂടെ ഫുഡ് കൊടുക്കുന്ന എത്ര ആൾക്കാർ ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയി നോക്കൂ. ഒരു ദിവസം അളന്നു മുറിച്ച് വെള്ളം കുടിക്കാൻ പറ്റുന്ന ആളുകൾ എത്രയുണ്ട് ലോകത്ത്? നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ലേ? ഒരു കിഡ്നി പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു അളവിൻ്റെ മുതൽ എത്ര ആൾ ആഗ്രഹിച്ചാലും കുടിക്കാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞ് അള്ളാഹുടെ അൽഹംദുലില്ലാ പറയുമ്പോൾ ആ അള്ളാഹ് നിങ്ങൾക്ക് ആ അസുഖം തരില്ല. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എത്ര ഉയരങ്ങളിലേക്ക് എത്തിയാലും ആരെ മറക്കരുത്? നമ്മുടെ അടിസ്ഥാനം വിടരുത്. തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലി തുടങ്ങാൻ നമുക്ക് പറ്റണം. അതല്ലെങ്കിൽ ദുആ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റണം. അള്ളാഹിനോട് പറഞ്ഞിട്ട് അള്ളാഹ് അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? അള്ളാഹ്ക്ക് ഏത് ഭാഷയും മനസ്സിലാവും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അറബിയാണെങ്കിൽ അറബി, മലയാളത്തിൽ അള്ളാഹ് എന്നെ ഒന്ന് സഹായിക്കട്ടോ. അള്ളാഹ് നിങ്ങളെ സഹായിക്കും. അള്ളാഹ് എടുക്കാൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഈ അള്ളാഹിനും അള്ളാഹിൻ്റെ റസൂലിനും മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ലൈഫിൻ്റെ സക്സസ് ആണ്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഭൗതികമായ ഒരു ലക്ഷ്യം വെക്കുക. ഞാൻ കുട്ടികളോട് പറയുന്നത്, പാരൻസിനോട് പറയുന്നത്, കുട്ടികളെ നിങ്ങൾ വലിയ സ്വപ്നം കാണണം. പാരൻസ് മക്കളോട് വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കണം. മോനെ അതൊന്നും കാണരുത് കേട്ടോ, പറയരുത്. മോൻ വലിയ സ്വപ്നം പറയുന്നുണ്ടാവും, നമ്മളെന്ത് പറയും? അതൊക്കെ വലിയ ആൾക്കാർക്കുള്ളതാണ് അല്ലട്ടോ. നിങ്ങൾ ആ കുട്ടിയുടെ ഹൈ തിങ്കിങ്ങിനെ, ചിന്താഗതിയെ നമ്മൾ കൊല്ലുകയാണ്. നമ്മളതിന് പറയുന്നത് വെച്ചാൽ, ശിവക്കേരയുടെ പുസ്തകത്തിൽ ഒരു സ്റ്റോറി ഉണ്ട്. കോഴിക്കൂട്ടിൽ മുട്ടയിട്ട പരുന്ത്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കോഴി അതിന് അടയിരിക്കും. സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പരുന്ത് കുഞ്ഞ് വരും. അങ്ങനെ പരുന്ത് കുഞ്ഞ് ഇങ്ങനെ വന്ന് കോഴിക്കുട്ടികളുടെ കൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് പരുന്ത് കുഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മുകളിലൂടെ ഒരു പരുന്ത് പറക്കണത് കണ്ട്. അപ്പോൾ ഈ പരുന്ത് കുഞ്ഞ് തൻ്റെ അമ്മയോട് ചോദിച്ചു, ആരാണ് അമ്മ? കോഴി. അമ്മേ, എനിക്കും അതുപോലെ പറക്കാൻ പറ്റുമോ? അപ്പം അമ്മ പറഞ്ഞു, അതാരാണ്? പരുന്താണ്. നീ ആരാണ്? കോഴിയാണ്. ആരോടാ പറയുന്നത്? ജീവിതകാലം മുഴുവൻ വൃത്തികെട്ട കോഴിക്കൂട്ടിൽ കിടന്നിട്ട് അതിൻ്റെ ജീവിതം കളയുന്നു. കുട്ടികളെ ചിന്താഗതി വലുതാണെങ്കിൽ, നല്ലതാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ബേസിനെ കളയാത്ത സാധനമാണെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. ഞാനതിന് ഒരു കഥ പറഞ്ഞു. ലോകത്തെ നെട്ടിവിറപ്പിച്ച ചക്രവർത്തികളിൽപ്പെട്ട ഒരാളാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഈ നെപ്പോളിയൻ ഒരു സമയത്ത് തൻ്റെ അമ്മയുടെ മടിയിൽ കിടന്ന് അമ്മേ അമ്മേ എന്ന് കരഞ്ഞിരുന്ന ആരായിരുന്നു? ഒരു കുട്ടിയായിരുന്നു. 27 വയസ്സ് വരെ ബസ് കണ്ടക്ടറായിട്ട് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരാളായിട്ട് മാറിയ രജനീകാന്ത്. ബിൽ ഗേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ബോൺ ആസ് എ പുവർ ഇറ്റ് ഈസ് നോട്ട് യുവർ ഫോൾട്ട്, ബട്ട് ഡൈ ആസ് എ പുവർ ഇറ്റ്സ് ഓൺ യുവർ ഫോൾട്ട്. നിങ്ങൾ പാവപ്പെട്ടവനായിട്ട് ജനിക്കുന്നത് നിങ്ങളുടെ തെറ്റല്ല, ആണോ? പക്ഷെ മരിക്കുന്നത് പാവപ്പെട്ടവനായിട്ടെങ്കിൽ അത് ആരുടെ മാത്രം തെറ്റാണ്? നമ്മുടെ മാത്രം തെറ്റാണ്. അതിന് പാരൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സൊസൈറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഹിജറ പോകാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് പറ്റുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ ഇപ്പം നമുക്ക് ദുബായി പോകാം, മറ്റൊടുത്ത് പോകാം, എവിടെയും പോയിട്ട് ജോലി ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ കുട്ടിയുടെ വലിയ സ്വപ്നങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, പാരൻസും ഇതേക്കാണ് ചിന്തിക്കുന്നത്, മക്കളും ഇതേക്കാണ് ചിന്തിക്കുക. നമ്മുടെ ഫാമിലിയൊക്കെ ഒരു സാധാരണ ഫാമിലിയാണ്. ഞാനിങ്ങനെ ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ് ഏതാണ്? ബുർജ് ഖലീഫ. ഇനിയിപ്പോൾ അതിനും വലുത് വരുന്നുണ്ടോ? എവിടെയാണ്? സൗദിയിൽ വരുന്നുണ്ട്. അതിനും വലിയ ബിൽഡിങ് വരുന്നുണ്ട് സൗദിയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ് വരുന്നുണ്ട് എവിടെ അറിയോ? കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ് വരുന്നുണ്ട് അറിയോ? നമ്മുടെ കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ് വരാൻ പോകും. ഓക്കെ, അത് പോട്ടെ. ഞാൻ ചോദിക്കുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫ ആദ്യം ഉണ്ടായത് എവിടെയാണ്? ബുർജ് ഖലീഫ ആദ്യം ഉണ്ടായത് എവിടെയാണ്? പറഞ്ഞോളൂ, എന്താ പറഞ്ഞു? എഞ്ചിനീയർ മനസ്സിൽ. ഓക്കെ, എഞ്ചിനീയറുടെ മനസ്സിലായിരിക്കൂല അത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത്. അത് കറക്റ്റ് ചെയ്ത് പറയണം. ഉണ്ടാക്കണമെന്ന് വിചാരിച്ച ആളുടെ മനസ്സിൽ. എന്നിട്ട് അയാൾ ആരെ കാണും പോയിട്ട്? അല്ലെ? ഈ മദ്രസ ആദ്യം ഉണ്ടായത് ഏതെങ്കിലും ഒരാളുടെ മനസ്സിലാണ്. ഈ മദ്രസ ആദ്യം ഉണ്ടായത് ആരെങ്കിലും ഒരാളുടെ ആ ഉദ്ദേശം നല്ലതായിരുന്നു. അതിന് കൂടെ ആരും കൂടി ആണോ? അല്ലേ? ലോകത്ത് എന്ത് സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഒരാളിൽ നിന്നാണ്. അപ്പൊ ഇതുണ്ടാവുക എന്തും ആദ്യം എവിടെ ഉണ്ടാണോ? നമ്മുടെ മനസ്സിലുണ്ടാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താകുന്നു എന്നത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. മനസ്സിൽ കാണാൻ പറ്റണം. നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ കഴിയും? പറ്റില്ല. എന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കഴിവ് ഞാൻ ബോധ്യപ്പെടുത്തില്ല. നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നുള്ള സാധനം. ജസ്റ്റ് എല്ലാവരും ഒന്ന് എണീറ്റ് അപ്പുറത്തുള്ളവർക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്തേ. ഓക്കെ, ഇനി ഇരുന്നേ. ഇനി കാലൊന്നും ക്രോസ് ചെയ്യാതിരിക്കണേ. എല്ലാവരും ചെയ്തോളൂ. ക്രോസ് ചെയ്യാതിരിക്കണേ. ഓപ്പൺ ആക്കിയിരിക്കണേ കാലെല്ലാം. ഓക്കെ, ശരിക്കും കംഫർട്ടബിൾ ആയിട്ടിരുന്നേ മോനെ. ശരിക്കും ഇരുന്നേ. ചാരി ഇരുന്നേ. എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടിരുന്നേ. ഓക്കെ. ഇനി സംസാരിക്കരുത്. ഇവിടെ ഹൈറ്റ് പേടിയുള്ള ആരെങ്കിലും? ഹൈറ്റ് ആർക്കില്ലല്ലോ? ഹൈറ്റ് പേടി ഇല്ല. ശരി, എല്ലാവരും ഒട്ടും ഫോഴ്സ് ഇല്ലാതെ കണ്ണടച്ച് ഇനി ഞാൻ പറയാതെ കണ്ണു നോക്കുക. ആരും കണ്ണടച്ച് നന്നായിട്ടൊന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് വിട്ട് നോർമൽ ശ്വാസത്തിലേക്ക് വയ്ക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ഓരോ ശ്വാസം വലിക്കുന്നത് അറിഞ്ഞു വലിച്ച് നോർമൽ ശ്വാസത്തിൽ അത് നിങ്ങൾ വലിക്കുന്നത് ഫീൽ ചെയ്ത് ഓരോ ശ്വാസം നിങ്ങൾ ഉള്ളിലേക്ക് വലിക്കുമ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നതായിട്ട് ഫീൽ ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകൾ, നിങ്ങളെ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ ദൂരേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്ത് അകത്തേക്ക് വലിക്കുമ്പോൾ ആത്മവിശ്വാസം കൂടുന്നു. പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും ദൂരേക്ക്, ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ കരിഞ്ഞ പുക ദൂരേക്ക് പോകുന്നത് പോലെ നിങ്ങളിൽ നിന്ന് അകന്നകന്നു പോകുന്നതായിട്ട് ഫീൽ ചെയ്ത് വീണ്ടും നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ഈ ഹാളിൽ നിറച്ച് ഓക്സിജൻ ഉണ്ട്. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ ഓക്സിജൻ കിട്ടുന്നില്ല എങ്കിൽ അയാളുടെ പേര് മയ്യത്ത് എന്നാണ്. നിങ്ങൾ ഇപ്പോൾ വലിച്ചു കൊണ്ടിരിക്കുന്ന
ഓക്സിജൻ നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ പേര്, ഈ ഹോളിൽ നിറച്ച് ഓക്സിജൻ ഉണ്ടാകും, പക്ഷേ ആ ഓക്സിജൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പേര് മയ്യത്ത്. നിങ്ങൾക്ക് ഈ സദാസമയം ഈ ഓക്സിജൻ തന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞു. മനസ്സുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഓരോ ശ്വാസം എടുക്കുമ്പോഴും അള്ളയാണ് തരുന്നത് എന്ന് കണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് ആ അള്ളാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, നിങ്ങൾക്ക് അള്ള തന്ന എല്ലാ അനുഗ്രഹങ്ങളും കണ്ടേ നടക്കാൻ പറ്റുന്നു. അൽഹംദുലില്ലാഹ് പറയാം. കേൾക്കാൻ പറ്റുന്നു, സംസാരിക്കാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നു. നിങ്ങൾക്ക് അള്ള തന്ന എല്ലാ അനുഗ്രഹങ്ങളും മാത്രം ഓർത്തിട്ട് നിങ്ങൾക്ക് നല്ല മക്കളെ തന്നു, നിങ്ങൾക്ക് നല്ല ഉപ്പനും ഉമ്മനെയും തന്നു. ഉപ്പനും ഉമ്മനെയൊക്കെ കണ്ടതൊക്കെ തന്ന അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് അള്ള തന്ന ഓരോ അനുഗ്രഹങ്ങളും ഓക്കെ. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു 10 നില ബിൽഡിംഗ് ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു 10 നില ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ഒന്ന് കണ്ടേ, നിങ്ങളുടെ മനസ്സിൻ്റെ പവർ കൊണ്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ പവർ കൊണ്ട് ആ ബിൽഡിംഗ് ഒന്ന് കണ്ടേ. ആ ബിൽഡിംഗ് കണ്ടവർ കൈപൊക്കിയേ, ബിൽഡിംഗ് കണ്ടവർ കൈപൊക്കിയേ. ഓക്കെ ഓക്കെ, കൈതാത്തിയേ. നിങ്ങൾ ആ 10 നില ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 10 നില ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ ഫ്ലോർ. നിങ്ങളുടെ മനസ്സിൻ്റെ പവർ കൊണ്ട് ആ ഫ്ലോറിൽ പോയി നിന്ന്, നിങ്ങളുടെ മനസ്സിനെ കൊണ്ട് അത് കഴിയും. ആ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ആ 10 നില ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിൽ പോയി നിന്ന് ആ 10ാമത്തെ നിലയിൽ എത്തിയവർ കൈപൊക്കിയ. മാഷാ അല്ലാഹ്, കൈതാത്തിയേ. ആ 10ാമത്തെ നിലയിൽ അതിസുരക്ഷിതമായൊരു ലിഫ്റ്റുണ്ട്. നിങ്ങളെ വളരെ സുരക്ഷിതമായി താഴോട്ട് എത്തിക്കുന്നൊരു ലിഫ്റ്റുണ്ട്. ആ ലിഫ്റ്റ് കണ്ടേ. ആ ലിഫ്റ്റിൻ്റെ അകത്തേക്ക് കയറിക്ക്. ആ ലിഫ്റ്റിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യുന്നതായിട്ട് കണ്ടേ. ലിഫ്റ്റിൻ്റെ ഡോറ് ക്ലോസ് ആയവർ കൈപൊക്കിയേ. ഓക്കെ, കൈതാത്തിയേ. മാഷാ അല്ലാഹ്, കൈതാത്തിയേ. ഇനി ആ 10ാമത്തെ നിലയിൽ നിന്ന് നിങ്ങൾ നേരത്തെ ആ ബിൽഡിങ്ങിന് മുമ്പിൽ നിന്ന് അതേ സ്ഥലത്തേക്ക് പോവുകയാണ്. ഓരോ നില താഴോട്ട് പോകുമ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസം കൂടിക്കൊണ്ടിരിക്കും. 10ൽ നിന്ന് താഴോട്ട് 9-ലെത്തുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം 10ാമത്തെ നിലയിലെക്കാട്ടിൽ കൂടും. അത് 10ൽ നിന്ന് താഴോട്ട് അത് മൂവ് ചെയ്യുന്നത്, ചലിക്കുന്നത് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു കൈപൊക്കിയേ. താഴോട്ട് പോകുന്നത് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു കൈപൊക്കിയേ. ഓക്കെ, കൈതാത്തിയേ. താഴോട്ട് മൂവ് ചെയ്ത് പോകുന്നു. 9-ലെത്തുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചു. 9ൽ നിന്ന് വീണ്ടും താഴോട്ട് മൂവ് ചെയ്യുന്നു. 8-ലെത്തുന്നു. വീണ്ടും നിങ്ങളുടെ ആത്മവിശ്വാസം 9-നെക്കാട്ടിലും 10 മടങ്ങ് വർദ്ധിക്കുന്നു. വീണ്ടും 8-ൽ നിന്ന് താഴോട്ട് പോകുന്നു. 7-ലെത്തുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം 8-നെക്കാട്ടിലും 10 മടങ്ങ് വർദ്ധിച്ചു. 6-ലേക്കെത്തുന്നു. 7, 5, 4, 3, 2, 0. ആ ലിഫ്റ്റിൽ നിന്ന് പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി പുറത്തിറങ്ങിയിട്ട് നേരത്തെ നിന്ന് അതേ സ്ഥലത്ത് പോയി നിന്നേ. ബിൽഡിങ്ങിന് മുമ്പിൽ നേരത്തെ നിന്ന് അതേ സ്ഥലത്ത് പോയി നിന്നേ. പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി അവിടെ എത്തിയവർ കൈപൊക്കിയേ. ഓക്കെ, കൈതാത്തിയേ. കണ്ണടച്ചുകൊണ്ട് തന്നെ എണീറ്റ് നിന്നേ. കണ്ണ് തുറന്ന് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾക്ക് ടൈറ്റായിട്ട് ഹഗ് കൊടുത്തേ. കണ്ണ് തുറന്ന് ഹഗ് കൊടുത്ത് ധൈര്യമായിട്ട് കൊടുത്തേ. ഹഗ് കൊടുത്തേ.
ബോസ് ആരോ, that is the power of your mind. That is the power of your mind. That is the power of your mind. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മനസ്സ് നമ്മുടെ കയ്യിൽ വെച്ചിട്ടാ എനിക്കൊന്നുമില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നത്. ബുർജ് ഖലീഫ ഇങ്ങനെ ഒരാളുടെ മനസ്സിലുണ്ടായതാണ്. മക്കളെ വിഷ്വലൈസ് ചെയ്യാൻ പഠിപ്പിക്കണം, സ്വപ്നം കാണാൻ പഠിപ്പിക്കണം, അതിനിങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കണം. നിങ്ങൾ വീട് വെച്ചോരുണ്ടാവുമല്ലോ, ഇവിടെ ഒരുപാട് ആൾക്കാർ വീട് വെച്ചോരുണ്ടാവുമല്ലോ. ആ വീട് ആദ്യം എവിടെ ഉണ്ടായത്? മനസ്സിലാകണം. എൻ്റെ വീടിൻ്റെ ബെഡ്റൂം ഇങ്ങനെ വേണം, ലിവിങ് റൂം ഇങ്ങനെ വേണം, സിറ്റ് ഔട്ട് ഇങ്ങനെ വേണം. എന്നിട്ട് എന്ത് ചെയ്യും? അത് നേരെ ഒരു എഞ്ചിനീയറുടെ അടുത്ത് പോവും. എഞ്ചിനീയറുടെ ഭാഷയിൽ അതിന് പ്ലാൻ എലിവേഷൻ എന്നൊക്കെ പേര് പറയും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നു. ആണോ അല്ലേ? നമ്മുടെ ലൈഫിൽ എന്തും അങ്ങനെയാണ്. ആദ്യം ഇവിടെ കാണാൻ പറ്റണം, നമുക്ക് ആദ്യം വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം, ദെൻ പിക്ചറൈസേഷൻ നടക്കണം, ദെൻ ക്രിസ്റ്റലൈസ്. വിഷ്വലൈസ്, പിക്ചറൈസ് ആൻഡ് ക്രിസ്റ്റലൈസ്. എപ്പം ഒഴിവാക്കണം? ക്രിസ്റ്റലൈസ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഏത് ഉന്നതങ്ങളിലെത്തിയാണ് മക്കളെ, നിങ്ങളൊക്കെ ആരെങ്കിലും ഒരാളുടെ ഉപ്പൻ്റെയും ഉമ്മൻ്റെയും മോനായിരിക്കും. ചിലപ്പോൾ നിങ്ങളുപ്പ മരിച്ചിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഉപ്പയോടും ഉമ്മയോടുമുള്ള അൺഫിനിഷ്ഡ് ബിസിനസ്സുകൾ നമ്മുടെ ലൈഫിൽ പലയിടത്തും നമ്മളെ പറഞ്ഞു. ഉപ്പക്കും ഉമ്മക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല ലൈഫിൽ. ഞാൻ നേരത്തെ പറഞ്ഞത് 100 കോടി ഉണ്ടാവും, പൈസയൊക്കെ ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല? സ്വസ്ഥത. ഉപ്പൻ്റെയും ഉമ്മൻ്റെയും എടുത്താണ് നമ്മളെ സമാധാനം. അവർ മാത്രമേ നമ്മളെ ഫേക്കായിട്ട് ലവ് ചെയ്യാത്ത രണ്ടാളുണ്ടാവും, ബാക്കിയൊക്കെ ഫേക്ക് ലവ്. അപ്പോൾ മക്കളെ, ഈ ഉപ്പനോടും ഉമ്മനോടും ഉപ്പക്കും ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് എന്ത് പറയണം? നിങ്ങൾ സോറി പറയണം, മാപ്പ് പറയണം. അപ്പോൾ ഞാനത് ചെയ്തു, ഉപ്പക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തു, ഉപ്പ എനിക്ക് മാപ്പ് തരണം. ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടിയിട്ട് ചെയ്തു, മാപ്പ് തരണം. നിങ്ങൾ ശരിക്കും നിങ്ങൾ ഉമ്മാനെ കുറിച്ച് എല്ലാവരും നിങ്ങൾ ഉമ്മാനെ കുറിച്ചൊന്നും ഇങ്ങനെ ഒന്ന് കണ്ടുനോക്കിയിരുന്നു. അപ്പം മനസ്സിൻ്റെ പവർ കൊണ്ട് നിങ്ങൾ ഉമ്മാനെ ഇങ്ങനെ കണ്ടുനോക്കുന്നത് നിങ്ങൾ ഉമ്മാനെ ഇങ്ങനെ കണ്ടുനോക്കുക. ആ സ്നേഹം തുളുമ്പുന്ന മുഖം, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഉമ്മനെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഉമ്മൻ്റെ വയറ്റിലാവുന്ന സമയം, നിങ്ങൾ ഉമ്മൻ്റെ വയറ്റിൽ നിങ്ങളായിരിക്കുന്ന സമയം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാലൊക്കെ ഓപ്പണാക്കി വെച്ചാൽ ക്ലോസ് ചെയ്യാതെ വെച്ച് ഉമ്മൻ്റെ വയറ്റിലാകുന്ന സമയം, നിങ്ങളെ ഉമ്മൻ്റെ വയറ്റിലാകുന്ന സമയം ഉമ്മ രാത്രി കിടക്കും. ഉമ്മ ചെരിഞ്ഞ് കിടക്കൂല, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. തമിഴ്ന്ന് കിടക്കൂല, എൻ്റെ കുട്ടി എൻ്റെ വയറ്റിൽ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചിട്ട്. ചെരിഞ്ഞോ മലർന്നോ ഒന്നും കിടക്കൂല, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചിട്ട്. ഞാനിപ്പോൾ നിങ്ങളെ കയ്യിൽ ഒരു 2 കിലോ ഭാരമുള്ള അല്ലെങ്കിൽ 1 കിലോ ഭാരമുള്ള ഒരു വസ്തു നിങ്ങളുടെ കയ്യിൽ തരികയാണ്. ഒരേ പൊസിഷനിൽ ഒരു 10 മിനിറ്റ് പിടിച്ചേക്കാൻ പറഞ്ഞാൽ മിനിറ്റൊക്കെ നമ്മൾ ക്ഷമിച്ച് 1 മണിക്കൂർ പിടിച്ചേക്കാൻ പറഞ്ഞാൽ കഴിയോ? ഒരേ പൊസിഷനിൽ ഇങ്ങനെ 1 കിലോ ഭാരമുള്ള സാധനം ഇങ്ങനെ പിടിക്കാം. 1.5 കിലോ മുതൽ 2.5 കിലോ വരെ ഭാരമുള്ള നിങ്ങളെ ഉമ്മ 9.5 മാസം വയറ്റിക്കൊണ്ടു. 9.5 മാസം കഴിഞ്ഞ് മരണവേദനയാണ്, സയൻസ് പറയുന്നത് മരണത്തിൻ്റെ വേദനയാണ് ലോകത്തിലെ ഏറ്റവും
ആ വേദന ഒരു മനുഷ്യൻ സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആൾ എന്ത് ചെയ്യുന്നത്, മരിച്ചു. മരണവേദനയുടെ തൊട്ടു താഴെയുള്ള, മരണവേദനയുടെ അടുത്തു വേദനയാണ് പ്രസവവേദന. ആ വേദന സഹിച്ചിട്ടാണ് നിങ്ങളുടെ ഉമ്മ ഈ ലോകത്തേക്ക് നിങ്ങളെ പ്രസവിച്ചു. എന്നിട്ട് ഉമ്മൻ്റെ വിഷമം തീർന്നോ? ഇല്ല. ഒരു പക്ഷേ നിങ്ങളൊക്കെ ജനിക്കുന്ന സമയത്ത് കൂട്ടുകുടുംബത്തിലായിരിക്കും. ഇപ്പം നിങ്ങൾ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഉമ്മ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു ക്ഷീണിച്ചിട്ട് രാത്രി 10 മണിക്ക് വന്ന് കിടക്കും. നിങ്ങൾ 8 മണിക്കോ 7 മണിക്കോ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ഉമ്മ ക്ഷീണിച്ചിട്ട് അങ്ങ് ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോഴാണ് നിങ്ങൾ കരയാം. ഉമ്മ ഒരു ചേ എന്ന വാക്ക് പോലും പറയാതെ, ഒരു നീരസം പോലും കാണിക്കാതെ കരയുന്ന നിങ്ങളെടുത്തിട്ടൊരു ബാത്റൂമിൽ കൊണ്ടുപോയി സോപ്പിട്ട് കഴുകി പൗഡറിട്ട് തന്ന് ഉമ്മ തന്ന് നിങ്ങൾക്ക് പാല് തന്ന് ഉമ്മയുടെ ആ ഒരു ക്ഷീണം പോലും കാണിക്കാതെ നിങ്ങളെ പോറ്റി. ഈ ഉമ്മക്ക് നമ്മൾ എന്ത് പകരം കൊടുത്താലാണ് പകരമാകുക? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മാതാവിൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് വാതിലാരാണ്? നമ്മൾ ഇത് മാത്രമേ കേട്ടുള്ളൂ. സ്വർഗത്തിലേക്ക് വാതിലാരാണ്? നിങ്ങൾ ഉപ്പയാണ്. സ്വർഗത്ത് കിടക്കണമെങ്കിൽ ഉപ്പി വിചാരിക്കണം. കാലിൻ്റെ ചുവട്ടിലാണ്. ഈ ഉമ്മക്ക് നമ്മൾ എന്ത് പകരം കൊടുത്താലും, ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ലൈഫിൽ രക്ഷപ്പെടുമോ? ആ ഉമ്മാനോട് മാപ്പ് പറയണ്ടേ? ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ ലൈഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാതെ നിങ്ങളുടെ ലൈഫിൽ നമുക്ക് ഒന്നും മാറും. അതുകൊണ്ട് നമ്മുടെ ഉപ്പനോടും നമുക്കൊന്ന് മാപ്പ് പറയണം. എന്നിട്ട് ഇന്ന് തുടങ്ങണം നമ്മുടെ ജീവിതം. റിയൽ ലൈഫ്, ഹാപ്പിനെസ്സുള്ള, പീസ്ഫുള്ളായിട്ടുള്ള, സമാധാനമുള്ള കുടുംബം, സമാധാനമുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ കുടുംബം എന്താവും? സമാധാനമാക്കും. എന്നിട്ട് കുട്ടിയൊക്കെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ വേറെ തെറ്റിലേക്കൊന്നും കുട്ടികൾ പോയില്ല. കുട്ടികളോട് പറഞ്ഞ് ഉമ്മയിപ്പം ഇല്ലാതെ നമുക്ക് ലൈഫില്ല, ജീവിതമില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ചക്കലിമാട് സാംസ്കാരിക സമിതിയും മദ്രസിൻ്റെയും കമ്മിറ്റിയെയും ഞാൻ വീണ്ടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികൾ നിങ്ങൾ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, ഇങ്ങനത്തെ പരിപാടികൾ നടത്താൻ. മറ്റൊന്ന് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്, ഖുർആൻ പറഞ്ഞതാണ് വായിക്കുക. നബിയോട് ആദ്യം പറഞ്ഞ വായിക്കുക. ഒരു മാസത്തിൽ ഒരു പുസ്തകമെങ്കിലും വായിച്ച് തീർക്കണം. ഇവരുടെ അടുത്ത് നല്ല പുസ്തകങ്ങളുണ്ടാകും, നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങൾ. മക്കളും ഒരു മാസത്തിൽ ഒരു ബുക്ക് വായിക്കണം, ഉമ്മി ഒരു ബുക്ക് വായിക്കണം, ഉപ്പി ഒരു ബുക്ക് വായിക്കണം. എന്നിട്ട് ആ ബുക്കിനെ കുറിച്ച് അവനവൻ വായിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യണം വീട്ടിൽ. അപ്പോൾ പുതിയ പുതിയ മാനങ്ങൾ കിട്ടും, കുട്ടികളുടെ ചിന്താഗതി മാറും, കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങളുടെ കുട്ടിയിൽ നിന്ന് വലിയ പ്രൊഡക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് ഈ ഒരു മീറ്റിംഗ് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.